ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്വാണ്ടം മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളിൽ ഒരു കമ്പനിയാണ് കുപ്പിഡ് എന്ന് പറയുന്ന കമ്പനി. കുപ്പിഡ് എന്ന് പറയുന്ന കമ്പനി നമ്മളുടെ NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ക്വാണ്ടം ബിസിനസ് ലോകത്തിൽ ഇതിൻ്റെ വിപണി മൂല്യം എന്ന് പറയുന്നത് ആസ് ഓഫ് നൗ $10 ബില്യൺ ആണ്. 2030 കൂടിയിട്ട് ഇതിൻ്റെ വിപണി മൂല്യം $15 ബില്യൺ ഉയരും. നമുക്കറിയാവുന്ന പോലെ തന്നെ ക്വാണ്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് ജനന നിരക്ക് അല്ലെങ്കിൽ പ്രഗ്നൻസി തടയുക എന്നുള്ളതും, രണ്ടാമതായിട്ടുള്ള പ്രധാന ഇതിൻ്റെ ഉപയോഗം സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസസ് തടയുക എന്നുള്ളതാണ്. WHO പരിഗണനയിലുള്ള ഏറ്റവും പ്രധാന രണ്ട് വിഷയങ്ങളാണ് പോപ്പുലേഷൻ കുറയ്ക്കുക, സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് തടയുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബിസിനസ് നേരെ സൂചിപ്പിച്ച പോലെ തന്നെ 15 ബില്യണിലേക്ക് ഉയരുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എല്ലാ ശനിയാഴ്ചയും നമ്മൾ ഓരോ സ്റ്റോക്കുകളെയും പരിചയപ്പെടുത്തുന്ന സ്റ്റോക്ക് സ്റ്റോറീസിൽ ഇന്നത്തെ ഈ വിഷയം അല്ലെങ്കിൽ ഇന്നത്തെ കമ്പനി കുപ്പിഡാണ്. ഇതിനർത്ഥം കുപ്പിഡ് ഒരു നല്ലൊരു അടിപൊളി കമ്പനിയാണ്, നാളെ ബൈ ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഒരു കുപ്പിഡ് മോശം കമ്പനിയാണ്, ഇതിനെ സെല്ല് ചെയ്യാമെന്നോ ഒന്നും അർത്ഥമില്ല. സ്റ്റോക്ക് സ്റ്റോറീസിൽ നമ്മൾ ഓരോരോ കമ്പനീസിനെ പരിചയപ്പെടുത്തുകയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. കുപ്പിഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫണ്ടമെൻ്റൽ ആൻഡ് ടെക്നിക്കൽ, കൂടാതെ തന്നെ ഈ ഒരു കമ്പനി ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു കുപ്പിഡ് ഇന്ന് ചർച്ച ചെയ്യാനുള്ള പ്രധാന കാരണം, എല്ലാ ആളുകളുടെയും പോർട്ട്ഫോളിയോയിൽ കുറേ IT കമ്പനിയും കുറേ ബാങ്കിങ് കമ്പനീസാണ് പ്രധാനമായിട്ട് ഉണ്ടാവുക. നമുക്കറിയാം ടാറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പ്, അവർക്ക് ഉപ്പുണ്ട്, അതേ കമ്പനി തന്നെയാണ് കാറും മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ടാറ്റ പോലെയുള്ള വലിയ കമ്പനീസ് അവർ സാൾട്ടിൻ്റെ ബിസിനസ്സും ചെയ്യുന്നുണ്ട്, കാറിൻ്റെ ബിസിനസ്സും ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുക്കുന്ന നമ്മളുടെ പോർട്ട്ഫോളിയോയും അതുപോലെ തന്നെ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടതായിട്ട് നമുക്കുണ്ട്. അപ്പോൾ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ക്വാണ്ടം മാനുഫാക്ചർ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് കാർടെക്സ് എന്ന് പറയുന്ന കുറേ കമ്പനീസാണ്. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റ് നമുക്ക് കുറേ ടോപ്പ് 10 ക്വാണ്ടം മാനുഫാക്ചർ ഇൻ ദ വേൾഡ്, ലോകത്തിലേ ഉണ്ടോ, ഇന്ത്യയിലേ അല്ല. അപ്പോൾ ഈ ഒരു ഇത് ഞാൻ ക്ലിക്ക് ചെയ്ത് ഞാൻ പെട്ടെന്ന് സ്ക്രോൾ ചെയ്യുന്നുണ്ട്, കാരണം പിക്ചറൊന്നും കാണിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ കുപ്പിഡ് ഇതിൽ കാണാം. കുപ്പിഡ് എന്ന് പറയുന്ന കമ്പനി കാണാം. ഈ എ പോപ്പുലർ ഇന്ത്യൻ മാനുഫാക്ചറിങ് കമ്പനി വിത്ത് അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ കുപ്പിഡ് ഈ ഒരു കമ്പനിയെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ നേരെ കുപ്പിഡ് ലിമിറ്റഡിലേക്ക് നേരെ പോകുന്നു. അപ്പോൾ കുപ്പിഡ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്വാണ്ടം മാനുഫാക്ചർ ചെയ്യുന്ന 5ാമത്തെ കമ്പനിയാണ് കുപ്പിഡ്. അപ്പോൾ അത് നമുക്ക് തെളിഞ്ഞിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്തു. കുപ്പിഡ് ലിമിറ്റഡിലേക്ക് ഞാൻ വീണ്ടും സെർച്ച് ചെയ്തു. കുപ്പിഡ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക്, ഇതിൻ്റെ കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് നേരെ നമ്മൾ റീഡയറക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവർക്ക് ക്വാണ്ടം ഉണ്ട്. ഇത് മാത്രമല്ല, ഇവിടെ കാണാം പ്രഗ്നൻസി ഡിറ്റക്ഷൻ ടെസ്റ്റ് കിറ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം പ്രഗ്നൻ്റ് ആയോ അല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് വളരെ വൈഡ്ലി ഉപയോഗിക്കുന്ന ഈ പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റ് ടെസ്റ്റും ഇവർക്കുണ്ട്. അതുപോലെയുള്ള സിമിലർ ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇവർക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ പിക്ചർ കാണാൻ ഉദ്ദേശിക്കില്ലാത്തത് കൊണ്ട് നേരെ നമുക്ക് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. നേരെ നമ്മൾ ഇന്നത്തെയും പോലെ നമ്മൾ ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്തു. ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്യാൻ വളരെ സിമ്പിളാണ് കേട്ടോ. പല ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല. ബ്രൗസറാണ്. ഇപ്പോൾ ഞാൻ ക്രോം എന്ന് പറയുന്ന ബ്രൗസറിൽ ഞാൻ ട്രേഡിംഗ് വ്യൂ ജസ്റ്റ് ഒന്ന് .in ട്രേഡിംഗ് വ്യൂ എന്ന് നോക്കി. അപ്പോൾ അതിനുശേഷം ഞാൻ നേരെ കുപ്പിഡ് എന്ന് സെർച്ച് ചെയ്തു. ഈ ഒരു കമ്പനിയെ കുറിച്ച് ഇതിൻ്റെ ടെക്നിക്കൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കുപ്പിഡ് എന്നുള്ള കമ്പനി വന്നു. ഇപ്പോൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് ആക്ച്വലി ഒരു തിങ്കളാഴ്ചയാണ്, 26-ാം തീയതിയാണ്. അപ്പോൾ അന്ന് തന്നെ അപ്പർ സർക്യൂട്ട് പോയിട്ടുണ്ട്. എനിവേ അതിൻ്റെ മറ്റുള്ള പ്രൈസ് ആക്ഷനിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ആദ്യം കമ്പനിയുടെ ഒരു കിടപ്പ് മനസ്സിലാക്കാം. നമുക്കൊരു വലിയൊരു ടൈം ഫ്രെയിമിലേക്ക്, ഒരു 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്, ഞാൻ എൻ്റെ എക്സ് ആക്സിസിൽ നോക്കാം. നിങ്ങൾ എക്സ് ആക്സിസിൽ കാണാൻ സാധിക്കുന്നത് 2023 ഡിസംബർ. അതായത് ഈ ഡിസംബർ, ഇപ്പോൾ ഫെബ്രുവരി ആണല്ലോ, 3 മാസങ്ങൾക്ക് മുമ്പ് സ്റ്റോക്ക് 843 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് ഏകദേശം ഒരു 200%, അതായത് 1600 രൂപ ഉയർന്ന് സ്റ്റോക്കിൻ്റെ 2453 സ്റ്റോക്കിൻ്റെ നിൽപ്പ്. അപ്പോൾ സ്റ്റോക്ക് ഒരുപാട് നാളുകളായിട്ട് ഇവിടുന്ന് കൺസോൾഡേറ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് വലിയൊരു ബ്രേക്കൗട്ടൊക്കെ നടത്തി. ഇതിൻ്റെ 1 ഇയർ
ഹൈ ഒക്കെ അല്ലെങ്കിൽ സോറി 1 ഇയർ റിട്ടേൺ ഒക്കെ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 500% മുകളിൽ ഉണ്ടാവേണ്ടതാണ്. കാരണം കൺസോൾഡേറ്റ് ചെയ്ത് ആ ഒരു റേഞ്ചിൽ നിന്ന് പെട്ടെന്ന് ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായി ഒരു 2453 സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ നിൽപ്പ്. 1 ഇയർ എന്ന് പറയുമ്പോൾ ഈ ഒരു റേഞ്ച് 2023 ഒക്ടോബർ, ഇതിപ്പോൾ 24 ഒക്ടോബർ ആയിട്ടില്ല. 1 ഇയറിൻ്റെ എടുക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചെടുക്കേണ്ട 500%-അടുത്ത് സ്റ്റോക്ക് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതല്ലെങ്കിൽ റിട്ടേൺ നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ നിൽപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ശക്തമായ റാലി രേഖപ്പെടുത്തി അതിൻ്റെ ഒരു ടോപ്പിലാണ് സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈ ഒക്കെ ഭേദിച്ച് ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ സ്റ്റോക്കിൻ്റെ നിൽപ്പ്. ഏത് സമയം മേ ബി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടേക്കാം ഇപ്പോൾ, പക്ഷേ സ്റ്റോക്ക് ഇത്ര മാത്രം ശക്തമായ റാലി രേഖപ്പെടുത്തി പോയി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ MACD മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏത് സോണിലാണ്, ഓവർ ബോട്ട് സോണിലാണോ ഓവർ സോൾഡ് സോണിലാണോ എന്നൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ 78 ഇതൊരു ഓവർ ബോട്ട് സോണിലാണ്. അതായത് ഒരുപാട് ആളുകൾ ഈ സ്റ്റോക്ക് ബൈ ചെയ്ത് ഇതിൻ്റെ പ്രോഫിറ്റ് എൻജോയ് ചെയ്ത് ഇരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടോ, ഇതിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് 77 ഉള്ളത്. ഞാനിപ്പോൾ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഒക്കെ എടുക്കാൻ കാരണം ഇതിൻ്റെ പ്രൈസൊക്കെ വെച്ച് ചില ആളുകൾക്ക് പല പല മാനദണ്ഡങ്ങളുണ്ടാവാം. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഇത്രയിൽ താഴെയാണ് വാങ്ങുള്ളൂ, അല്ലെങ്കിൽ സ്റ്റോക്ക് ഇത്ര ഹൈയിൽ നിൽക്കുമ്പോൾ വാങ്ങില്ല. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ ബെഞ്ച് മാർക്കുകൾ മീറ്റ് ചെയ്യുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് സ്വയം ചെക്ക് ചെയ്യാനായിട്ടാണ് ഞാൻ അതിൻ്റെ RSI എല്ലാം തന്നെ എടുത്തിട്ടുള്ളത്. ഇനി എന്നത്തേലും പോലെ നമുക്ക് സ്ക്രീനറിലേക്ക് പോകാം. അതിനുശേഷം കുപ്പിഡ് എന്ന് പറഞ്ഞ കമ്പനീനെ നമുക്ക് ഫണ്ടമെൻ്റൽ എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ കുപ്പിഡ് വന്നിട്ടുണ്ട്, BSEയിൽ NSEയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത് 3294. അതായത് സ്റ്റിൽ ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. സ്റ്റോക്കിൻ്റെ PE ഹയർ ആണ് ഉള്ളത്. അതായത് ഒന്നല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ PE ഓവർ വാല്യൂഡ് ആണ്, അല്ലെങ്കിൽ ആളുകൾക്ക് കൂടുതൽ ഇതിലേക്ക് താല്പര്യമുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഹയർ PE ഒരു അലാമിങ് ആയിട്ടുള്ളൊരു സിനാരിയോ ഉണ്ട്. നേരെ മറിച്ച് ആളുകൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ കൂടിയും PEയുടെ വാല്യൂ കൂടാൻ സാധ്യതയുണ്ട്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 26. ബുക്ക് വാല്യൂ മറ്റുള്ള കാര്യം കാണാം. ROCE റിട്ടേൺ ഓൺ ഇക്വിറ്റി 20%. രണ്ടും ബെഞ്ച് മാർക്കിന് മുകളിലാണ്. സ്റ്റോക്കിൻ്റെ ഹൈയും ലോയും കാണാൻ സാധിക്കും. സ്റ്റോക്കിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി സ്റ്റോക്കിൻ്റെ പ്രോസ് കോൺസിലേക്കൊക്കെ നമുക്ക് പോകാം. കമ്പനി ഓൾമോസ്റ്റ് ഒരു ഡെപ്റ്റ് ഫ്രീ, കടരഹിതമാണ്. കമ്പനി ഹെൽത്തി ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട് 22%. സ്റ്റോക്കിൻ്റെ നേരെ സൂചിപ്പിച്ച പോലെ തന്നെ സ്റ്റോക്കിൻ്റെ ബുക്ക് വാല്യൂ എല്ലാം തന്നെ 19 മടങ്ങ് ഉയർന്ന രീതിയിലാണുള്ളത്. സ്റ്റോക്കിൻ്റെ പിയർ കമ്പനി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനൊരു പിയർ കമ്പനി ഇല്ല എന്നുള്ളതാണ് ഈ ലിസ്റ്റ് പ്രകാരം. കാരണം BSE ഇതിന് പിയർ കമ്പനിയല്ല. NBCCയോ CDSL എന്ന് പറയുന്നത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആണ്. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇതൊരു MEX എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ട്രേഡ് ഫെസിലിറ്റി ചെയ്യുന്ന കമ്പനിയാണ്. CAMS എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്, നമുക്കറിയാം IEX ആണ്. KFIN അങ്ങനെയുള്ള കമ്പനിയാണ് ഇതിൻ്റെ പിയർ കമ്പനി. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് കമ്പാരിസൺ നമുക്ക് അപ്രായോഗികമാണ്. കുപ്പിഡിനെ മാത്രം എടുത്ത് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുപ്പിഡിൻ്റെ ഓപ്പറേഷൻ പ്രോഫിറ്റ് എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്, ഗ്രാജുവലി കൂടി വരുന്നുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും ഇപ്പോൾ കാണാൻ സാധിക്കുന്നു. ഫിഗറുകൾ താഴേക്കല്ല മുകളിലേക്ക് ഇപ്പോൾ 11 എന്ന് പറയുന്ന ഒരു റേഞ്ചിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് കാണാൻ സാധിക്കും. ഇനി പ്രധാനമായിട്ടും നമുക്ക് ഇതിൻ്റെ ക്യാഷ് ഫ്ലോ നോക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ തന്നെ ഇതിൻ്റെ ക്യാഷ് ഫ്ലോയും മറ്റുള്ള കാര്യങ്ങളും ലയബിലിറ്റീസ് കൂടി വരുന്നുണ്ട്. രണ്ട് കാരണം കൊണ്ട് ലയബിലിറ്റീസ് കൂടി വരും. ഒന്നല്ലെങ്കിൽ കമ്പനി ബിൽഡിങ്ങോ പോലെയുള്ള കാര്യങ്ങൾ അക്യൂർ ചെയ്യുമ്പോൾ ലയബിലിറ്റീസ് കൂടി വരും. കാരണം അസറ്റും ലയബിലിറ്റിയും ഒരേപോലെ കൂടി വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇവിടെ 26 കോടി രൂപ ലയബിലിറ്റി ഉണ്ടായിരുന്നപ്പോൾ ഇവരുടെ അസറ്റ് 26 ആയിരുന്നു. 25 ലയബിലിറ്റിയിലേക്ക് കൂടുമ്പോൾ അസറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലയബിലിറ്റി ഇവിടെ കൂടി വരുന്നതിൻ്റെ പ്രധാന കാരണം അസറ്റ് കൂടി വരുന്നത് ആയതുകൊണ്ട് നമുക്കിതിനെ ന്യൂട്രൽ ആയിട്ടുണ്ട്. അല്ലാതെ ഇതിന് വലിയ രീതിയിൽ ലയബിലിറ്റി കൂടി എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. കാരണം ഇത് ഈ ഒരു രീതിയിലാണ് റീഡ് ചെയ്യപ്പെടേണ്ടത്. ക്യാഷ് ഫ്ലോ ഇപ്പോൾ നെഗറ്റീവ് ക്യാഷ് ഫ്ലോ കാണിക്കുന്നുണ്ട്. നെറ്റ് ക്യാഷ് ഫ്ലോയിൽ നെഗറ്റീവ് ക്യാഷ് ഫ്ലോ കാണിക്കുന്നുണ്ട്. പക്ഷേ ക്യാഷ് ഫ്ലോ ഫ്രോം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എല്ലാം തന്നെ ഓക്കെയാണ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ ക്യാഷ് ഫ്ലോ നെഗറ്റീവ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു റേഷ്യോസാണ്. അതിനുശേഷം ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നോക്കാം. പ്രൊമോട്ടേഴ്സ് 45% ഉള്ളത്. പബ്ലിക്കിന് വളരെയധികം താല്പര്യമുണ്ട്.
അതായത് ഇത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല, നിങ്ങൾ ഇതുവരെ ഈ ഒരു കമ്പനിയെ കുറിച്ച് കേട്ടിട്ടില്ല എങ്കിൽ ഇത് കേട്ട ആളുകൾ ഒരുപാട് ഉണ്ട് എന്നാണ് പബ്ലിക് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് 54% കാണിക്കുന്നത്. കാരണം ഇവിടെ പ്രൊമോട്ടേഴ്സിനേക്കാളും കൂടുതൽ പബ്ലിക് ജനങ്ങൾ ഇത് വാങ്ങി വെച്ചിട്ടുണ്ട്. FIs സ്റ്റിൽ നില്ലാണ്, DIs വളരെ കുറച്ച് മാത്രമാണ് കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുള്ളൂ. അതായത് HNI ക്ലയൻസും അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ ബൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടെക്നിക്കൽസും. ചെറിയ തോതിൽ ഇതിപ്പോൾ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ടെക്നിക്കൽ അനാലിസിസോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ളൊരു ഫണ്ടമെൻ്റൽ അനാലിസിസോ ഒന്നുമല്ല. കാരണം ഇത് നമ്മൾ ബൈ ചെയ്യാനായിട്ടുള്ളൊരു ഒരു ഇൻഡിക്കേഷനൊന്നും നമ്മൾ നൽകുന്നില്ല. ഇത് ഈ ഒരു ബിസിനസ് ചെയ്യുന്ന കമ്പനി, ഈ ഒരു ബിസിനസ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ക്വാണ്ടം വെൻഡിങ് മെഷീൻസ് എല്ലാം തന്നെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഉണ്ട്, നമുക്കറിയാം. പല നമുക്കറിയാവുന്ന പോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ കോളേജുകളിലെല്ലാം തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യങ്ങളിലും മെട്രോ നഗരങ്ങളിലും എല്ലാം തന്നെ ഉണ്ട്. പ്രധാനമായിട്ടും ഇതിൻ്റെ 2 ഉപയോഗങ്ങൾ അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറയുന്നത് ആളുകൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഈ ഒരു ഭയം ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഇനി ടെക്നോളജി ഇത്രയധികം വളർന്നു, വേണമെങ്കിൽ എയ്ഡ്സിനെതിരെ ഒരു മെഡിസിൻ കണ്ടുപിടിക്കാൻ സാധിക്കും. എങ്കിലും ഇത്ര വലിയൊരു ബിസിനസ് ഉള്ളത്, ഇതിന് പിന്നിലുള്ളത് കൊണ്ട് എയ്ഡ്സിനെതിരെ ഒരു മരുന്ന് കണ്ടുപിടിക്കുക, അതിലുപരി ക്വാണ്ടം ബിസിനസ്സാണല്ലോ ഹൈലൈറ്റ് ഉള്ളത് അല്ലെങ്കിൽ കൂടുതൽ ലാഭമുള്ളത്. അപ്പോൾ അവരുടെ താല്പര്യങ്ങൾ സ്വാഭാവികമായിട്ടും നിലനിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു മരുന്ന് കണ്ടുപിടിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ഈ ഒരു ബിസിനസ് സ്റ്റിൽ അത് ഫ്ലറിഷ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളാണ് ഉള്ളത്. എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ബൈ ഇൻഡിക്കേഷൻ ഒന്നല്ല. എനിവേ, എല്ലാവർക്കും ശുഭദിനം.